ഭിക്ഷാടന മാഫിയയെക്കുറിച്ച് ഒരു ന്യൂസ് ഇന്നത്തെ പത്രത്തിലുമുണ്ട്. നമുക്ക് 1960 തന്നെ ബഗറി പ്രൊഹിബിഷൻ ആക്ട്, ഭിക്ഷാടന നിരോധന നിയമം നിലവിലുള്ളതാണ്. ഭിക്ഷ കൊടുക്കുന്നത് തീർച്ചയായും ശിക്ഷാർഹമായ കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞിനെ ഒട്ടിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞിനെ കണ്ണുപൊട്ടിക്കാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒരു ജോലിയും ചെയ്യാതെ മെയ്യനങ്ങാതെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇപ്പോൾ ഭിക്ഷാടന മാഫിയയെ നമ്മൾ പിടിച്ചെടുത്തപ്പോൾ വൃദ്ധരായിട്ട് വേഷം കിട്ടിയ യുവാക്കളെ 1-2 പേരെ പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തു. വൃദ്ധരായിട്ട് വേഷം കിട്ടുക, പലപ്പോഴും ട്രാഫിക്കിൻ്റെ ഐലൻഡിൻ്റെയൊക്കെ അടുത്ത് നിന്നുകൊണ്ട്, ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് വൃദ്ധരായിട്ട് അഭിനയിച്ചുകൊണ്ട് പേന വയ്ക്കാനും പെൻസിൽ വയ്ക്കാനും നിൽക്കുന്നു. ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് ഇവർ മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതൽ. ഇങ്ങനെയുള്ള ട്രാഫിക്കിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ബഗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിലുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പാണ് ചെയ്തത്. രാവിലെ നമ്മൾ തിരുവനന്തപുരത്ത് അറിയാം, പലയിടത്തും പോലീസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാവിലെ ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂല വരെ കൊണ്ടുവന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ ആൾക്കാർ കൊണ്ട് ഇറക്കി വിടുകയും വൈകിട്ട് ഇതുപോലൊരു വണ്ടിയിൽ കയറ്റി കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഓർഗനൈസ്ഡ് ആയിട്ടാണ്. അത് എവിടെന്നെങ്കിലുമൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളൊന്നുമല്ല, കുഞ്ഞുങ്ങളെയൊക്കെ എവിടെന്നെങ്കിലും മുട്ടിച്ചിട്ടുണ്ടെന്ന് ഓരോരുത്തർ കയ്യിലും കൊടുത്ത് മനുഷ്യരുടെ സഹതാപം പിടിച്ചു പറ്റുവാനായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭിക്ഷാടന മാഫിയ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഒക്കത്തില്ല. ഇപ്പോൾ എറണാകുളത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ആഹാരം വാങ്ങിക്കുന്ന ചില ഹോട്ടലുകളുടെ മുമ്പിൽ ഇവർ തമ്പടിച്ചിരിക്കും. 10-60 പൊതികൾ ഒരാൾ തന്നെ കളക്ട് ചെയ്യും. 100 എനിക്ക് ഒരു ഊണ് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുക, ഒരു ഊണ് മാറ്റി കൊടുക്കുക. അങ്ങനെ 60 പൊതിയായിട്ട് ഇവർ തന്നെ ഭിക്ഷാടന മാഫിയയുടെ ഇടയിൽ വിതരണം ചെയ്ത കഥയും ഇന്നത്തെ പത്രത്തിലുണ്ട്. അപ്പോൾ ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. പണ്ട് ഖുശ്വന്ത് സിംഗ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു എഴുത്തുകാരൻ ഭിക്ഷാടകനായിട്ട് വേഷം കിട്ടി. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കൂട്ടുകാരൻ, അദ്ദേഹം വലിയൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്താന്ന് തോന്നുന്നു. അദ്ദേഹത്തെ ഇതുപോലെ VT ടെർമിനൽ, ബോംബെയിലെ VT ടെർമിനലിൽ പോയി ഭിക്ഷക്കാരനായിട്ട് രാവിലെ 6 മണിക്ക് വേഷം കിട്ടി, വൈകിട്ട് 6 മണി വരെ ഇരുന്നു. അദ്ദേഹത്തിന് അന്ന് ഒരു IAS ഉദ്യോഗസ്ഥന് കിട്ടുന്നതിൻ്റെ ഈക്വലായിട്ടുള്ള ഒരു ഡെയിലി വേജ് അദ്ദേഹത്തിന് കിട്ടിയതായിട്ടാണ് ഖുശ്വന്ത് സിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വെറും 80s അത്രയും പൈസ അദ്ദേഹത്തിന് വൈകിട്ടായപ്പോൾ കിട്ടും. അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തരും ഓരോ ആനന്ദത്തിൽ വരുന്നു, ചിലർ കല്യാണം കഴിച്ച് വരുന്നു, ചിലർ വളരെ ഒരു കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷത്തിൽ വരുന്നു. ഇങ്ങനെ സമുദ്രം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴത്തേക്കും ഒരു ഭിക്ഷക്കാരനെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വെച്ചാൽ സംതിങ് കൊടുക്കുന്നു, ഒന്നും ഓർമ്മയില്ലാതെ ആൾക്കാർ കൊടുത്തിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ ആളാവാൻ കൊടുത്തിട്ട് പോകുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു വരുമാനം കിട്ടിയ കഥ അദ്ദേഹം ഖുശ്വന്ത് സിംഗ് എഴുതിയിട്ടുണ്ട്. ഈ ഭിക്ഷാടന മാഫിയെ നമ്മൾ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കൂല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഈ ആൾക്കാർ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിലേക്ക് വിളിച്ചാൽ ഇവരാരും തന്നെ വരത്തില്ല. അവർക്കത് ഇഷ്ടമല്ല. അവർക്ക് വാസത്തിൽ അവിടെ ഒന്നും ഫുഡും തണലും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞാൽ വരത്തില്ല. ഇതെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് വേഷം കിട്ടി കുഞ്ഞുങ്ങളുടെ വികൃതമാക്കി നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഭിക്ഷാടന മാഫിയെ വളരാൻ അനുവദിക്കരുത്. ബഗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്ന സാധനം നിലനിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ക്രൈം തന്നെയാണ്. നമ്മൾ സഹതാപത്തിൻ്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആൾക്കാർ മുതലെടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ കൊടുത്തുകൊള്ളൂ. ഒരുപാട് സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഗാന്ധി ഭവൻ പോലെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ കൊടുക്കുക. അല്ല നമ്മളിങ്ങനെ വഴി കാണുന്ന ഭിക്ഷക്കാരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക്